ഈ വരുന്ന ബിഗ് ബില്യൺ ഡേയ്സിലും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലും അടിപൊളി ഫോൺസിനൊക്കെയാണ് ഓഫേഴ്സ് വരുന്നത്. ആൻഡ് ഈ ഒരു ഓഫേഴ്സിനൊക്കെ നോക്കിയും കണ്ടും ഫോൺ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് 4-5 മോഡൽസ് പറഞ്ഞുതരാം. നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് മാത്രം ഈ പറയുന്ന ഫോൺസിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് 5 ഫോൺസ് മാത്രമേ ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഒരുപാട് ഓപ്ഷൻ ഒന്നും തന്നെ ഞാൻ നിങ്ങളുടെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. പിന്നെ നോക്കിയും കണ്ടും മാത്രം ഫോൺസ് പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ പർപ്പസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ പർപ്പസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഫോൺ ഏതാണെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്ന ഫോൺസിന്റെ ഒക്കെ ഡെഡിക്കേറ്റഡ് വീഡിയോ കണ്ടു നോക്കുക. ഇതിപ്പോ എന്റെ ചാനലിലെ വീഡിയോ മാത്രമല്ല, ഏത് ചാനലിലെ വീഡിയോ ആണോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ നോക്കാവുന്നതാണ്. പ്രോപ്പർ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിലും ബാക്കിയുള്ള കുറെ ചാനൽസിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം ഫോൺസ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ഡിസിഷൻ എടുക്കുക. അപ്പൊ എന്തൊക്കെയായാലും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15,000 റുപ്പീസ് തൊട്ട് 20,000 റുപ്പീസ് വരെയുള്ള പ്രൈസ് ടാഗിലുള്ള ഫോൺസ് ആണ്. ഇതിൽ 15,000 റുപ്പീസിന് മേടിക്കാൻ പറ്റിയ 2 ഫോൺസ് പറയുന്നുണ്ട്. ആൻഡ് 20,000 റുപ്പീസിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ നല്ല വാല്യൂ ഫോർ മണി ഫോൺസും ഗെയിമിംഗ് ഫോൺസും ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഫോൺ വരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏറ്റവും ആദ്യം നമുക്ക് 15,000 റുപ്പീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു പ്രൈസ് പോയിന്റിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 2 ഡിവൈസ് ആണ്. ഒന്നാണ് CMFന്റെ ഫോൺ 2 Pro. ഈ ഒരു ഡിവൈസ് എല്ലാവർക്കും പറ്റിയൊരു പെർഫെക്റ്റ് ഫോൺ അല്ല, പക്ഷെ നിങ്ങളുടെ പേർപ്പസ് മെയിൻ ആയിട്ട് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ 15,000 റുപ്പീസിനകത്ത് നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ഫോൺ തന്നെയാണ്. ആൻഡ് ഈ ഒരു ഫോണിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിന്റെ വീഡിയോ അവൈലബിൾ ആണ്. അപ്പൊ എന്തൊക്കെയായാലും ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് ഇതിന്റെ ക്യാമറ എന്തായാലും അടിപൊളി തന്നെയാണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ലെൻസ്, 50 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്. അതായത് ബാക്കിൽ കൊടുത്തിരിക്കുന്ന 3 ക്യാമറയും പ്രോപ്പർ വർക്കിംഗ് ക്യാമറാസ് ആണ്. ആൻഡ് ഈ പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇത് വളരെ അധികം റെയർ തന്നെയാണ്. മിക്ക ഫോൺസിലും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത്, മാക്രോ അതുപോലത്തെ ചവർ വെക്കാറുണ്ട്. ബട്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ 3 ക്യാമറാസും വർക്കിംഗ് ആണ്. ഫ്രണ്ട് ക്യാമറ ഈ ഒരു ഫോണിൽ 16 മെഗാ പിക്സലാണ്. പിന്നെ 6.77 ഇഞ്ചിന്റെ 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ബിൽഡിലാണ് വരുന്നത്. 5000 mAh ബാറ്ററി, 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ള ഏറ്റവും സ്ലോസ്റ്റ് ചാർജിംഗ് ഉള്ള ഫോണാണ്. എന്നിരുന്നാലും ഇതൊരു നത്തിങ്ങിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ ബോക്സിനകത്ത് ചാർജർ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ Dimensity 7300 പ്രോന്റെ ചിപ്സെറ്റ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ്. ഒരു നോർമൽ യൂസറിന് നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസിംഗും വളരെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. CMF ഫോൺ ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ലോസ്റ്റ് റേറ്റിലാണ് ഇപ്പോൾ സെല് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ബിഗ് ബില്യൺ ഡേയ്സിൽ നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 15,999 മേടിക്കാൻ പറ്റും. ആൻഡ് ബാങ്ക് ഡിസ്കൗണ്ടും കൂടെ വച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 14,999 മേടിക്കാവുന്നതാണ്. ആൻഡ് ആ പ്രൈസിന് വളരെ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. എന്തായാലും നമ്മുടെ ചാനലിൽ പോയി ഇതിന്റെ വീഡിയോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലത്തെ കിടിലം വീഡിയോസ് നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആൻഡ് ഇനി 25,000 റുപ്പീസിനും 30,000 റുപ്പീസിനൊക്കെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സിന്റെ സെയിലിന് വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ്. ആൻഡ് ഇതേ റേറ്റിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു ഡിവൈസ് ആണ് ഓപ്പോന്റെ K13. ഇതും ഒരു അടിപൊളി ഡിവൈസ് ആണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ബാറ്ററി ആണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ സ്മൂത്ത്നെസ് ആണ്. ColorOS 16 ആണ്. സോ കിടിലം ആനിമേഷൻസ്, കിടിലം ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ബ്ലോട്ട്വെയർസും ആഡ്സ് ഒക്കെ ഈ ഒരു ഫോണിന്റെ കൂടെ പുറപ്പാണ്. അതൊക്കെ നമ്മളൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിടിലം ഡിവൈസ് തന്നെയാണ്. ആൻഡ് ഇതിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 7000 mAh ബാറ്ററിയും 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 6 Gen 4 ആണ്. Dimensity 7300 കാട്ടും ബെറ്റർ പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബട്ട് ക്യാമറാസ് നോക്കുകയാണെങ്കിൽ ഒറ്റ 50 മെഗാ പിക്സലിന്റെ ബാക്ക് ക്യാമറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 മെഗാ പിക്സലിന്റെ ആർക്കും വേണ്ടാത്ത ഒരു ക്യാമറയും. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിലും 16 മെഗാ പിക്സൽ ആണ്. അപ്പോൾ ഓവറോൾ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഫോർ മണി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് പോയിന്റ് വെച്ചിട്ട് ഒരു കിടിലൻ ഡീൽ തന്നെയാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് പോയിന്റ് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ നമുക്ക് ഓഫേഴ്സ് ഒക്കെ ചേർത്ത് ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വെച്ച് നമുക്ക് 14,999 മേടിക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ഫോണിന്റെ നോർമൽ സെല്ലിംഗ് റേറ്റ് നോക്കുകയാണെങ്കിൽ 17,999 ആണ്. ആൻഡ് ഈ ഒരു ഓഫേഴ്സ് ഒക്കെ ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഈ ഒരു റേറ്റിന് മേടിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ കിടിലൻ ഫോണാണ്. എന്തായാലും ഇതിന്റെ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ വേറെയും കുറെ യൂട്യൂബേഴ്സ് ഈ ഒരു ഫോണിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് എന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. നിങ്ങൾക്ക് ബാറ്ററി, ക്യാമറ, ഡിസ്പ്ലേ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ല ബാലൻസ്ഡ് ഫോണാണ് കിട്ടുന്നത്. ഇനി 20,000 റുപ്പീസിനകത്ത് നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ പെർഫോമൻസ് വേണം. ആ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ആണ് നിങ്ങളുടെ മെയിൻ ടാർഗറ്റ് എങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയാണ് മോട്ടറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റും ഇതിന്റെ ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. 50 മെഗാ പിക്സലിന്റെ OIS കൊടുത്തിട്ടുള്ള പ്രൈമറി ക്യാമറ, 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലാണ്. ആൻഡ് ഓവറോൾ ക്യാമറ
ക്യാമറ എക്സ്പീരിയൻസ് ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അടിപൊളി തന്നെയാണ്. ആൻഡ് പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ Dimensity 7400 ആണ്. ആൻഡ് ഇതിന്റെ ഒരു മെയിൻ ടാർഗറ്റ് ഇതിന്റെ പെർഫോമൻസ് അല്ല, അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് ആണ്. നോർമൽ യൂസറിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മിക്ക ആൾക്കാരും എലിമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം പല ആൾക്കാരും ഞാൻ കമന്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ട് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ അങ്ങനെ മേടിക്കത്തില്ല, സ്ട്രേറ്റ് ഡിസ്പ്ലേ ആയിരിക്കണം. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ വേറെ മോഡൽസ് കുറച്ചുകൂടെ ബഡ്ജറ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ബട്ട് ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പിന്നെ 5500 mAh ബാറ്ററിയും 68 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടറോളയുടെ എഡ്ജ് സീരീസ് ഫോൺ ആയതുകൊണ്ട് തന്നെ IP68നെയും IP69 സർട്ടിഫിക്കേഷൻ ഒക്കെ ഈ ഒരു ഫോണിലും കൊടുത്തിട്ടുണ്ട്. സോ അവിടെയൊന്നും വേറെ കുഴപ്പമില്ല. ആൻഡ് ഈ വരുന്ന ബിഗ് ബില്യൺ ഡേയ്സിൽ ബാങ്ക് ഓഫർ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 19,999 മേടിക്കാവുന്നതാണ്. സോ ആ പ്രൈസിന് നിങ്ങളുടെ പ്രയോറിറ്റി മെയിൻ ക്യാമറ ആണെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക, നല്ല ഓപ്ഷൻ ആണ്. ഇനി ഒരു ഓൾറൗണ്ട് പാക്കേജ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് റിയൽമിയുടെ P3 Pro. P3 Pro അത്യാവശ്യം നല്ലൊരു വെൽ ബാലൻസ്ഡ് ഫോൺ ആണ്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. 6000 mAh ബാറ്ററി, 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.83 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതൊരു കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സോ അവിടെയും മിക്ക ആൾക്കാരും ഈ ഒരു ഫോൺ എലിമിനേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ കോഡ് കർവ്ഡ് എന്നൊരു പ്രോബ്ലം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്ത് നോക്കാനാണ്. പിന്നെ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്തും, ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലും ആണ്. പിന്നെ ഈ ഒരു ഫോണിലും IP69 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8GB RAM 128ന്റെ പ്രൈസ് ആണ് 19,999. അതിന്റെ കൂടെ ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വെച്ച് മേടിക്കുകയാണെങ്കിൽ 17,999 ഈ ഒരു ഫോൺ മേടിക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പ്രൈസിന് ഞാൻ പറയാണ് ഈ ഒരു ഫോൺ വളരെ നല്ലൊരു വെൽ റൗണ്ടഡ് പാക്കേജ് ആണ്. ബാറ്ററിക്ക് ബാറ്ററി, ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേ, പെർഫോമൻസിന് പെർഫോമൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്നിലും ഇത് ബെസ്റ്റ് അല്ല എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പെർഫോമൻസോ ബെസ്റ്റ് ഡിസ്പ്ലേ ഒന്നും അല്ല ഇവിടെ കിട്ടുന്നത്. ബട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇതിന്റെ 18,000 റുപ്പീസ് എന്ന് പറയുന്ന പ്രൈസ് ടാഗ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ. അപ്പോൾ ഗെയിമിംഗ് ഫോണായിട്ട് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതാണ് പോക്കോന്റെ X7 Pro. കാരണം ഈ പ്രൈസ് പോയിന്റിൽ വേറെ ഇത്രയും പെർഫോമൻസ് ഉള്ള ഡിവൈസ് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടി തന്നെയാണ്. ആൻഡ് ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ചിപ്സെറ്റ് തന്നെയാണ്. Dimensity 8400 Ultra എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. കിടിലം പെർഫോമൻസ് ആയിരിക്കും. BGM ആണെങ്കിലും ഗെൻഷൻ ആണെങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റിയ ബെസ്റ്റ് പെർഫോമൻസ് ഇവിടെ ഡെലിവറി ചെയ്യും. പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ഒക്കെ വെച്ചിട്ട് ഒരു ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ട് ക്യാമറ 20 മെഗാ പിക്സലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്യാമറ സെൻട്രിക് ഫോൺ അല്ല, അങ്ങനെയൊന്നും പറഞ്ഞ് ഈ ഒരു ഫോൺ പർച്ചേസും ചെയ്യരുത്. പിന്നെ 6580 mAh ബാറ്ററിയും 90 വാട്ട്സിന്റെ ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാറ്ററി ബാക്കപ്പ് പല ആൾക്കാരും പറയുന്നത് ഇതിന്റെ അത്ര സൂപ്പർ ബാറ്ററി ബാക്കപ്പ് അല്ല എന്നാണ്. അപ്പോൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എങ്ങനെയുണ്ട്, നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. ഇതിന്റെ യൂസേഴ്സ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് താഴെ കമന്റ്സിൽ മെൻഷൻ ചെയ്യാം. മെയിൻ ആയിട്ട് ഗെയിമിംഗ് എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റി ആണ്. ബാക്കി ഒന്നും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിലേക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആൻഡ് ഇതിന്റെ ഡീൽ പ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത് 19,999 ആണ്. ആ പ്രൈസിന് 8GB RAM 256GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഫോൺസിൽ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് താഴെ ഷെയർ ചെയ്യുക. കാരണം ഇനി ഈ ഫോൺ പർച്ചേസ് ചെയ്യാൻ പോകുന്നവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.